ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ SCERT പാഠഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ വേറൊരു ചാപ്റ്ററാണ് സാമ്പത്തിക സ്രോതസ്സുകൾ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിലാദ്യം പറയുന്നത് സമ്പൂർണ്ണ പദ്ധതിയാണ്. സമ്പൂർണ്ണ പദ്ധതി എന്ന് വെച്ചാൽ സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ പദ്ധതി. സമ്പൂർണ്ണ പദ്ധതി എന്ന് വെച്ചാൽ സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ പദ്ധതി. അപ്പോൾ ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSOൻ്റെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. CSOയുടെ വർഗീകരണം അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്നായി തരംതിരിക്കാം എന്നാണ്. CSOയുടെ വർഗീകരണം അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്നായി തരംതിരിക്കാം: പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖലയെ നമ്മൾ പറയുന്നത് കാർഷിക മേഖല എന്നാണ്. ദ്വിതീയ മേഖല വ്യാവസായിക മേഖല, തൃതീയ മേഖല സേവന മേഖല. അപ്പോൾ പ്രാഥമിക മേഖലയിൽ വരുന്നത് കൃഷി, ഖനനം, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, വനപരിപാലനം. പ്രാഥമിക മേഖലയിൽ വരുന്നത് കൃഷി, ഖനനം, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, വനപരിപാലനം. ദ്വിതീയ മേഖലയിൽ വരുന്നത്, ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ വ്യാവസായിക മേഖല. ഇതിൽ വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. പിന്നെ തൃതീയ മേഖലയിൽ വരുന്നത് സേവന മേഖല. സേവന മേഖലയിൽ വരുന്നത് വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT, വ്യാപാരം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല കാർഷിക മേഖല, ദ്വിതീയ മേഖല വ്യാവസായിക മേഖല, തൃതീയ മേഖല സേവന മേഖല. ഇതിൽ പ്രാഥമിക മേഖലയിൽ വരുന്നത് കൃഷി, ഖനനം, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, വനപരിപാലനം. ദ്വിതീയ മേഖലയിൽ വരുന്നത് വ്യാവസായിക മേഖലയിൽ വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖല സേവന മേഖലയിൽ വരുന്നത് വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT, വ്യാപാരം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് തൃതീയ മേഖലയിൽ നിന്നാണ്. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. CSOയെക്കുറിച്ചാണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. CSOൻ്റെ പ്രധാന ചുമതലകൾ സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ചുമതലകൾ? CSOയുടെ പ്രധാന ചുമതലകളാണ്: ഒന്ന്, സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. നമ്മൾ ഈ പാഠഭാഗങ്ങളിലുള്ള എല്ലാ ലൈൻസും വായിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമായ പോയിൻറ്റ്സ് മാത്രമേ വായിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് പരമാവധി നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ എല്ലാം ആ ടെക്സ്റ്റ് വായിക്കുന്നില്ല നമ്മൾ ഫുള്ളായിട്ട്.
അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ദാരിദ്ര്യം, ഇനി അടുത്ത് പറയുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ കുറവ് പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ബീഹാർ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%, കേരളത്തിൻ്റേത് 12%. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ തലത്തിൽ നടത്തിവരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളുമാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മളെന്താ പറഞ്ഞത്? ആസൂത്രണത്തെ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ബീഹാർ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%. എന്നാൽ കേരളത്തിലിത് 12%. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ തലത്തിൽ നടത്തിവരുന്ന സർക്കാർ പദ്ധതികളും സർക്കാർ പരിപാടികളും വേറെ തന്നെയുണ്ട്. അതിൽ സർക്കാർ പദ്ധതികൾ അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പോൾ സർക്കാർ പദ്ധതികളിൽ വരുന്നത് അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നിവയാണ്. അപ്പോൾ സർക്കാർ പരിപാടികൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ തലത്തിൽ നടത്തിവരുന്ന സർക്കാർ പരിപാടികൾ നിന്ന് പറയുന്നത് സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഏതൊക്കെയാണ് സർക്കാർ പരിപാടികൾ? സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അതിലാദ്യം വരുന്നത് സർക്കാർ പദ്ധതികളിൽ ഒന്നാമത്തേത് അന്നപൂർണ എന്ന ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓരോ പദ്ധതികൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അന്നപൂർണ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി നൽകുന്നു. അന്നപൂർണ എന്ന് പറഞ്ഞാൽ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി നൽകുന്നു. പിന്നെ അടുത്തത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത് വരുന്നത് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം നൽകുന്ന പരിപാടിയാണ് ഉച്ചഭക്ഷണ പരിപാടി എന്ന് അറിയപ്പെടുന്നത്. ഇത് സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഉച്ചഭക്ഷണ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം, സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. പിന്നെ വരുന്നത് അന്ത്യോദയ അന്ന യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്. ഇതാണ് അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന പദ്ധതി എന്ന് പറഞ്ഞാൽ
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്. അടുത്ത വരുന്നത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. അതായത് സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. ഇതാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത്. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ സംയോജിത ശിശു വികസന പരിപാടി. അംഗൻവാടികൾ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. സംയോജിത ശിശു വികസന പരിപാടി എന്ന് പറഞ്ഞാൽ അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവയ്ക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഇനി വരുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആണ് അടുത്ത പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. പിന്നെ പൊതുവിതരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ഇപ്പോൾ പൊതുവിതരണ സംവിധാനത്തിൽ വരുന്നതാണ് പൊതുവിതരണ കേന്ദ്രം. റേഷൻ കടയിലൊക്കെ അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. പിന്നെ ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറിയും വിതരണം ചെയ്യുന്നു. പിന്നെ വരുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഇത് PYQ ആണ്. 2013 പാർലമെൻറ്റ് അംഗീകരിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് 2013. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതകൾ. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പാർലമെൻറ്റ് അംഗീകരിച്ചു. ഇതിൻ്റെ പ്രത്യേകതകൾ. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്.